ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ റെഡി ആണെങ്കിൽ ഇതാ പിടിച്ചോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് സ്റ്റഡി പ്ലാൻ along with the best live classes. ഓക്കെ മക്കളെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാം. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരു സംശയമില്ല, നമുക്ക് 5 ദിവസമുണ്ട്. ഇന്ന് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ 5 ദിവസമുണ്ട് പഠിക്കാൻ. ഒരു സംശയമില്ല, 5 ദിവസം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നേടിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാമെന്ന്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഫസ്റ്റ് കാര്യം, നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുകൂടാതെ അതിനുപരി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? കാരണം ലൈവ് ക്ലാസ് എപ്പോഴും വൈകുന്നേരം 7:30 ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ രാവിലെയുള്ള സമയം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് തന്നെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് കൃത്യം 7:30 ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും 7:30 ആയിരിക്കും ലൈവ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ 7:30 നിങ്ങൾ വരുമ്പോൾ ഞാനുണ്ടാവും എല്ലാ ചാപ്റ്ററിനെയും ഫസ്റ്റ് പാർട്ടായിട്ട്. അതായത് എല്ലാ ചാപ്റ്ററും ഇന്ന് ലൈവിൽ എടുക്കില്ല. എല്ലാ ചാപ്റ്റേഴ്സിനെയും ഒരു പകുതി ചാപ്റ്റേഴ്സ്, ഓക്കെ, ചാപ്റ്ററുകളിൽ നിന്ന് ആദ്യ പകുതി ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് തീർക്കും. അപ്പോൾ പകുതി ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് തീർക്കും. അതേപോലെ അതിൻ്റെ ബാക്കിയുള്ള കാര്യം നാളെ തീർക്കും. നാളെ സൺഡേ വരുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ തീർക്കും. അതോടെ നമ്മൾ 2 ദിവസം കൊണ്ട് ചാപ്റ്റേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് പോയംസ് ആണ്. 5 പോയംസ് ആണ് അല്ലേ? പോയട്രിയിൽ നിന്ന് 5 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ മൺഡേ എന്ത് ചെയ്യും? ബ്യൂട്ടിഫുൾ ആയിട്ട് 5 പോയംസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാനും അലൻ സാർ എടുത്തു തരും. അതായത് പോയറ്റ്സ് എന്നുള്ള എല്ലാ ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും അത് അപ്രീസിയേഷൻ എഴുതാൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം, മെറ്റഫോറിക് എക്സ്പ്രഷൻസും പെർസോണിഫിക്കേഷനും പല പല കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം കൃത്യമായിട്ട് ഓരോ പോയംസും കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ആ ഓരോ പോയംസിനും അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് എഴുതണം എന്നുള്ള കാര്യം പഠിപ്പിക്കുക മാത്രമല്ല, എങ്ങനെ എഴുതി കാണിച്ചു വരികയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ പോയംസിനെ പറ്റി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പേടി മാറ്റി വെച്ചോളൂ. അതിനുവേണ്ടി ഒരു കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ആയിരിക്കും 5 പോയംസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ ആ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ പോയംസ് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പോയംസ് നമ്മൾ അന്ന് തീർക്കുന്നു, മൺഡേ തീർക്കുന്നു. ട്യൂസ്ഡേ നിങ്ങൾ വൈകുന്നേരം വീണ്ടും വരുന്നു. നമ്മൾ കംപ്ലീറ്റ് ഡിസ്കോഴ്സസ് പ്ലസ് ഗ്രാമർ നമ്മൾ തീർക്കുന്നു. അപ്പോൾ ഗ്രാമർ, ഫ്രേസൽ വെർബ്സ്, പിന്നെ എഡിറ്റിംഗ് ദ പാസേജ്, പിന്നെ നിങ്ങൾക്ക് പ്രപ്പോസിഷൻസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഇഫ് ക്ലോസ് ഉണ്ട്, അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കോൺകോർഡ് ഉണ്ട്, അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നേരെ ക്ലാസ്സിലേക്ക് കയറി വരിക, വൃത്തിയായിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞായിരിക്കും. അതിനോടൊപ്പം തന്നെ ഡിസ്കോഴ്സസ്, ഓക്കെ, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് എലോങ് വിത്ത് എക്സാമ്പിൾസ്, വെറുതെ ഫോർമാറ്റ് മാത്രം പറഞ്ഞിട്ടല്ല, എലോങ് വിത്ത് പ്രാക്ടീസ് എക്സാംസ് നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്നു. നമ്മൾ ട്യൂസ്ഡേത്തോടെ ആ പരിപാടിയും തീർക്കുന്നു. വെനസ്ഡേ നിങ്ങൾ ലൈവ് ക്ലാസ്സിന് വരുമ്പോൾ ഇറ്റ് വിൽ ബി അവർ ഫൈനൽ മാരത്തോൺ. ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള, ഇംഗ്ലീഷിൽ ആ മുഴുവൻ മാർക്കും ഉറപ്പാകാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ മാരത്തോൺ ആയിരിക്കും. അതിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്യും. ഓക്കെ, അത് ഡിസ്കോഴ്സസ് ആയിക്കോട്ടെ, ഗ്രാമർ എന്നായിക്കോട്ടെ, കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ. ഇപ്പോൾ ഫ്രേസൽ വെർബ്സിലാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചെയ്യണം. റിപ്പോർട്ടർ സ്പീച്ചിലും കൺവെർസേഷൻസിലാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചെയ്താൽ ശരിയാവുള്ളൂ. ഇപ്പം ഇഫ് ക്ലാസ്സിലാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചെയ്യും. ആ കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫൈനൽ മാരത്തോൺ ലൈവിലായിരിക്കും. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളുമായി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലൈവ് ക്ലാസ് മാത്രം ആശ്രയിച്ചിരിക്കുന്നത് അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുഴുവൻ മാർക്ക് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രാവിലെയുള്ള സമയം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതിന് ഏറ്റവും നല്ല രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് വൈകുന്നേരം വന്ന് ലൈവിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനൊരു പകുതി ചാപ്റ്റേഴ്സ് എടുത്തുതരും. ആ ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾ നാളെ രാവിലെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ നോട്ട്സ് ഒക്കെ കിട്ടിയിട്ട് അത് വായിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും PDF ഒക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യുക? സെറ്റാക്കുക. വൈകുന്നേരം വന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈവ് അറ്റൻഡ് ചെയ്യുക. ആ ലൈവിൽ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യുക? ആ ലൈവിൽ പഠിപ്പിക്കാമ്പോൾ നമ്മുടെ ശ്രുതി മിസ്സും ഗായത്രി മിസ്സും ഗൗതമി മിസ്സും ആയിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവരുടെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റന്നാൾ എന്ത് ചെയ്യുക? അതായത് മൺഡേ രാവിലെ നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ആ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ രീതിയിൽ സെറ്റാക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക, ജസ്റ്റ് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ നോക്കുക. ആ നോട്ട്സ് അവരെടുത്ത ലൈവ് ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് വരും, അതൊക്കെ ഒന്നും കൂടി വായിക്കുക, കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യങ്ങൾ ഉറപ്പിക്കുക. അതേപോലെ നിങ്ങൾ വൈകുന്നേരം പോയംസ് വരുന്നു, പോയംസ് നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് കിട്ടുന്നു. പോയംസിൻ്റെ നോട്ടൊക്കെ എൻ്റെ അലൻ സാറിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ നോട്ട്സാണ്. ഓരോ ലൈൻ ബൈ ലൈൻ ഓരോ പോയറ്റിക് ഡിവൈസൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരും. നമ്മുടെ അപ്രീസിയേഷൻ്റെ നോട്ട്സൊക്കെ തരും. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾ പഠിക്കണം. എപ്പോൾ പഠിക്കും? ലൈവ് ക്ലാസ്സിനിടെ പഠിക്കാൻ പറ്റില്ല. ലൈവ് ക്ലാസ്സിനിടെ കേൾക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പഠിക്കേണ്ടത് നിങ്ങൾ വൈകുന്നേരം ലൈവ് അറ്റൻഡ് ചെയ്തു, രാവിലെ പഠിക്കുക.
വീണ്ടും സെയിം കാര്യം, വൈകുന്നേരം ലൈവ് അറ്റൻഡ് ചെയ്തു, രാവിലെ പഠിക്കുക, ഫൈനൽ മാരത്തോൺ അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ പഠിക്കാൻ നിൽക്കേണ്ട, നേരെ പോയി പരീക്ഷ എഴുതുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇത്ര സിമ്പിൾ പ്രോസസ്സാണ്. ഇതിൽ കൂടുതൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മക്കളെ, ഇംഗ്ലീഷ് എക്സാമാണ് നമുക്ക് ഇനിയുള്ളത്, അവസാനത്തെ എക്സാം. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളിൽ പലരും എന്താണോ, ചിലപ്പം ഫിസിക്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ചിലവർക്കൊക്കെ എന്താണ് പേഴ്സണൽ ലെവലിൽ, ഇൻഡിവിജ്വൽ ലെവലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ചിലപ്പം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾക്കറിയാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എല്ലാം കൂടി എഴുതാൻ പറ്റില്ല, 3 എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഇംഗ്ലീഷ് ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അടിയിൽപ്പെടുത്തരുത്. ഓക്കെ, ഇംഗ്ലീഷിന് 5 ദിവസമുണ്ട്. 5 ദിവസം കിട്ടിയിട്ടും നിങ്ങൾ മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ അത് കുറച്ച് അന്യായമാണ്, നിങ്ങൾ കാണിക്കുന്ന ഒരു മണ്ടത്തരായിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുന്നില്ല. ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ മുഴുവൻ മാർക്ക് തന്നെ ഈ പ്രാവശ്യം തന്നെ സെറ്റാക്കുന്നു. ബാക്കിയുള്ളത് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതേണ്ടവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം, അത് ഇമ്പ്രൂവ് ചെയ്യാൻ മാക്സിമം ട്രൈയും ചെയ്യണം. ഓക്കെ, പക്ഷേ അത് ഇംഗ്ലീഷ് അതിലൊരു സബ്ജക്റ്റ് ആവരുത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ക്ലാസ്സിന് വരുമെങ്കിൽ എല്ലാവരും സർ ഞാൻ റെഡി എന്ന് പറഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈവിൽ കയറി വരിക, അടിച്ച് പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യ പകുതി ചാപ്റ്റേഴ്സ് നമുക്ക് സൂപ്പറായിട്ട് സെറ്റാക്കി ഞാൻ തരുന്നതായിരിക്കും. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വൈകുന്നേരം കാണാം.